ഹലോ, ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് ഒരു നെമ്മീനിൻ്റെ ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ ഹോട്ട് ചിക്കൻ, ഹോട്ട് ബീഫ്, അങ്ങനെ കുറേ മീറ്റിൻ്റെ കുറേ ഐറ്റംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹോട്ട് ഫിഷ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കാണിക്കാം. അതിനുവേണ്ടി കുറച്ച് നല്ല നെമ്മീൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. അതിലേക്കായി 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, ഗരം മസാല, അതുപോലെ നാരങ്ങ നീര്. ഈ നാരങ്ങയുടെ നീര് ഈ മസാലയിൽ ഒഴിക്കുക. കുരു ഉള്ളത് നമ്മളെടുത്ത് മാറ്റി കളയണം. അതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യമുള്ള വെള്ളം ഈ മസാല ഈ മീനിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലകളൊക്കെ ഈ പീസസിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എരിവനുസരിച്ചിട്ടാണ് മുളക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ടേസ്റ്റ് എരിവ് നല്ല കൂടുതൽ വേണമെന്ന് ആഗ്രഹമുള്ളവർ കൂടുതൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർക്കാം. ഇത് ഒരു അരമണിക്കൂർ ഈ മസാലകളൊക്കെ ഇതിൽ ജോയിൻ്റ് ആകാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യുക. മീൻ നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്കായി ഈ കഷ്ണം വയ്ക്കാം. ദൂരെന്നൊക്കെ കൊണ്ടുവരുന്ന പല സ്ഥലത്തു നിന്നും കൊണ്ടുവരുന്ന മീനിനൊക്കെ അവർ കെമിക്കലൊക്കെ ചേർത്ത് അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേരുന്നത്. പക്ഷേ ഞാനിതൊന്ന് വിഴിഞ്ഞത്ത് പോയി നേരിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഇതിൽ കിടന്ന് തന്നെ ഫ്രൈ ആവുന്നുണ്ട്. നമുക്ക് ആ ടൈമിൽ അടുത്തതിൽ ചെയ്യാനുള്ള കാര്യം എടുക്കാം. നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനെ വഴറ്റാനുള്ള എണ്ണ ഒഴിക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ മറ്റെന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് ഒഴിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടാം. ഇഞ്ചി ചതച്ചത് ഞാൻ ഇത് കല്ലിലാണ് ചതച്ചത്, മിക്സിയിൽ ചെയ്യരുത്. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഞ്ചിയുടെ ആ പച്ചമണം മാറുമ്പോഴത്തേക്കാണ് അടുത്ത വെളുത്തുള്ളി ചതച്ചതും അത് ഇതുപോലെ ചതച്ചത് തന്നെയാണ്. പിന്നെ ചെറിയ ഉള്ളി കല്ലിൽ ചതച്ചതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഇതൊന്ന് ഒരു ഫ്രൈ പരുവത്തിൽ വരണം ഈ ഉള്ളി. മീൻ ഫ്രൈ ആയിട്ടുണ്ട്. അത് കോരിയെടുക്കുകയാണ്. ഒരു സവാള കൊത്തിയരിഞ്ഞത്. സവാള മാത്രം ചതയ്ക്കില്ല, അത് കൊത്തിയരിഞ്ഞത് തന്നെയാണ് ഇടുന്നത്. ബാക്കിയുള്ള സാധനങ്ങളാണ് ചതയ്ക്കുന്നത്. 1 സ്പൂൺ ഉപ്പ്, കുറച്ച് വറ്റൽമുളക് ചതച്ചത്, ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് മിക്സ് ചെയ്യാം. ഇത് ഒരുമിച്ച് ഇപ്പോഴേ ഇതിൽ ചേർക്കരുത്, ഉള്ളിയുടെ കൂടെ ആഡ് ചെയ്യരുത്. മസാല മിക്സ് ആയിട്ടുണ്ട്. നമുക്കൊരല്പം കാശ്മീരി ചില്ലി പൗഡർ ഇടാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലോട്ട് ആഡ് ചെയ്യുക. മീൻ പൊടിയാതെ ഈ മസാല ഇതിനോട് പയ്യെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് നമുക്ക് പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ മീനിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉലുവപ്പൊടിയോ ഉലുവയൊക്കെ ചേർക്കണം. ഇതൊന്നുമില്ല. നമ്മൾ കണ്ടല്ലോ, പെരുംജീരകപ്പൊടിയാണ് ഇതിൽ ചേർത്തിട്ടുള്ള മസാല എന്ന് പറയുന്നത്.
ഇതിൽ കുറച്ച് മല്ലിയില. ഈ മല്ലിയിലയുടെ മണം ഈ കറിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ലോ സ്ലിമ്മിൽ ഇതൊരു 5 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഹോട്ട് ഫിഷ് റെഡി ആയിട്ടുണ്ട്. അത് കണ്ടോ, അധികം വെള്ളമൊന്നുമില്ലാത്ത ഒരു സാധനമാണ്. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങളെല്ലാവരും വീട്ടിൽ തനിയെ റെഡിയാക്കണം, വെച്ചിട്ട് കഴിക്കണം. അടുത്തുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കണം കേട്ടോ, നിങ്ങൾ മാത്രം വെച്ച് കഴിക്കരുത്. എന്നാൽ ഇത് ഫസ്റ്റ് ടൈം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നന്നായിട്ടുണ്ട്, കൊള്ളാം കേട്ടോ.